കണ്ണൂർ സർവകലാശാലയിലെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ഗുരുതര പിഴവ്. BBA വിദ്യാർത്ഥികളുടെ ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തിയത് ബികോം വിഭാഗത്തിലെ അധ്യാപകരെന്നാണ് കണ്ടെത്തൽ. 2024 നടന്ന BBA രണ്ടാം സെമസ്റ്റർ പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 24 എക്സ്ക്ലൂസീവ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ രാജപുരം സെന്റ് പൈസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ദുരനുഭവം. 2024 നടന്ന BBA രണ്ടാം സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പരീക്ഷയുടെ ഫലം വന്നതോടെ രാജപുരം കോളേജിലെ BBA വിദ്യാർത്ഥിനി നൌഷ്ബ നസ്റിന് 40-ൽ 5 മാർക്ക് ലഭിച്ചു. പഠനത്തിൽ മികച്ചു നിന്നിരുന്ന വിദ്യാർത്ഥിനി ഇതോടെ മാനസിക സംഘർഷത്തിലായി. പുനർമൂല്യനിർണ്ണയത്തിന് നൽകിയതോടെ പരീക്ഷാഫലം 40-ൽ 34 മാറി. ഇതോടെയാണ് വിദ്യാർത്ഥിനി സർവകലാശാലയ്ക്ക് പരാതി നൽകിയത്. സർവകലാശാലയുടെ അന്വേഷണത്തിൽ BBA ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തിയത് ബികോം വിഭാഗത്തിലെ അധ്യാപകരാണെന്ന് കണ്ടെത്തി. എന്നാൽ എങ്ങനെയാണ് ഉത്തരപേപ്പറുകൾ മാറി നൽകിയതെന്ന് കണ്ടെത്താൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന പ്രോബ്ലം പേപ്പറിൽ എൻ്റെ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 40-ൽ 5 മാർക്കായിരുന്നു. അത് രണ്ടാമത് ഞാൻ റീവാലുവേഷൻ കൊടുത്തപ്പം 40-ൽ 34 മാർക്കായി മാറി. 29 മാർക്ക് കൂടി 10% കൂടി. അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ഞാൻ ബഹുമാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഇതെല്ലാം വെച്ച് ഞാനൊരു പരാതി എഴുതി. വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥിനി പരീക്ഷ എഴുതിയ കോളേജിൽ നിന്ന് ഉത്തരപേപ്പറുകൾ മാറിപ്പോയതാകാമെന്നാണ് സർവകലാശാല മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ വിശദീകരണം. എന്നാൽ സർവകലാശാലയ്ക്ക് സംഭവിച്ച വീഴ്ച മറച്ചുവെക്കാൻ കോളേജിനെ പഴിചാരുകയാണെന്നാണ് രാജപുരം സെന്റ് പൈസ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫിന്റെ പ്രതികരണം. കോളേജിൽ നിന്ന് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ ബികോമിൻ്റെ പേപ്പർ വേറെയും BBAയുടെ പേപ്പർ വേറെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്താണ്. പിന്നീട് എവിടുന്നോ എങ്ങനെയോ ഒരു മിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ്. 2024 പരീക്ഷ എഴുതിയ മറ്റൊരു വിദ്യാർത്ഥിനിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉത്തരപേപ്പറുകൾ കൈമാറ്റം ചെയ്യുന്നതിൽ കണ്ണൂർ സർവകലാശാലയ്ക്കുണ്ടാകുന്ന വീഴ്ചയിൽ അന്വേഷണം വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.